സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 10 1 മുതൽ 3 വരെ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാവുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ് കാണുന്നത്. ന്യായപ്രമാണം ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് പ്രമാണിച്ച് നടപ്പാൻ നൽകിയ ദൈവ അരുളപ്പാടുകളാണ്. അന്നത്തെ തലമുറയ്ക്ക് അത് ആവശ്യമായിരുന്നു. എന്നാൽ അത് സമയബന്ധിതമായിരുന്നു. അതിനൊരു കാലാവധി ഉണ്ടായിരുന്നു, ന്യായപ്രമാണകാലം. ആ ന്യായപ്രമാണകാലം വരെയാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ആ സമയത്തേക്ക് ശേഷം, അഥവാ ന്യായപ്രമാണ കാലത്തിന് ശേഷം, ഈ ന്യായപ്രമാണം മർത്യരുടെ രക്ഷയ്ക്ക് ഉതകുന്നതല്ല. ഇത് സംബന്ധിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യായപ്രമാണം മർത്യന് ലഭിക്കുവാനുള്ള നന്മകളുടെ നിഴൽ രൂപം മാത്രമായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ആദ്യ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എബ്രായർ 10:1. അത് സ്വരൂപമല്ല, അഥവാ കാര്യങ്ങളുടെ സാക്ഷാൽ രൂപങ്ങളുടെ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും അർപ്പിച്ചു വരുന്ന കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുന്നതല്ല. ഇവിടെ പറയുന്നതിൻ്റെ സാരം, ന്യായപ്രമാണം എന്ന ആ കാര്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തെ സമീപിച്ചാൽ മനുഷ്യന് രക്ഷ ലഭിക്കുന്നതല്ല. അത് വരുവാനുള്ള നന്മകളുടെ നിഴൽ രൂപം മാത്രമായിരുന്നു. അത് യഥാർത്ഥ കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിൻ്റെ സാക്ഷാൽ സ്വരൂപം അല്ലായിരുന്നു. എന്താണ് രക്ഷയുടെ യഥാർത്ഥ സ്വരൂപം, അഥവാ രക്ഷയുടെ യഥാർത്ഥ മാർഗം എന്താണ്? എബ്രായർ 10:5 മുതൽ 7 വരെ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഇതൊക്കെയാണ് ന്യായപ്രമാണത്തിൽ പാപങ്ങളെ നീക്കുവാനായിട്ട് അർപ്പിച്ചിരുന്നത്. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇവിടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു, ഹനനയാഗവും വഴിപാടും ദൈവം ഇച്ഛിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞിട്ട്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇവിടെ ദൈവ ഇഷ്ടം ചെയ്യാൻ വന്ന ക്രിസ്തുവിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ക്രിസ്തു യേശു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് സാരം.
അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവൻ അത് മുഴുവൻ അനുസരിക്കുവാൻ കടപ്പെട്ടവൻ. എന്നാൽ അത് അസാധ്യമാണ്. എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ ക്രിസ്തു യേശു അർപ്പിച്ച പാപപരിഹാര യാഗം മൂലം പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നു. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.